നിങ്ങൾക്കറിയാം ഓരോ വർഷവും 3 ലക്ഷത്തിലധികം അമ്മമാരാണ് പ്രസവത്തിനോടനുബന്ധിച്ചുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കാരണം മരണപ്പെടുന്നത്. അതായത് ഡെയിലി മോർ ദാൻ 800 ഡെത്ത്സ്. 2 മില്യണിലധികം കുഞ്ഞുങ്ങളാണ് ജനിച്ച് 1 മാസം കഴിയും മുന്നേ വിട പറയുന്നത്. ഇത് വെറും കണക്കുകളല്ല, മാറി മറിയുന്നത് ജീവിതങ്ങളാണ്, പ്രതീക്ഷകളാണ്, ഭാവികളാണ്. ഹായ്, ഞാൻ ഡോക്ടർ അസർ, ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റ് ആൻഡ് അനസ്തറ്റിസ്റ്റ് ആണ്, CEO Ella9 വിമൻസ് ഹോസ്പിറ്റൽ. April 7th വേൾഡ് ഹെൽത്ത് ഡേ. 2025 വേൾഡ് ഹെൽത്ത് ഡേയുടെ തീം എന്ന് പറയുന്നത് ഹെൽത്തി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നുള്ളതാണ്. ഒരു കുഞ്ഞിൻ്റെ കഥ ആരംഭിക്കുന്നത് ഒരു അമ്മയുടെ പ്രഗ്നൻസിയിൽ നിന്നാണ്, ആ ഒരു ഹൃദയമിടിപ്പിൽ നിന്നാണ്. ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഫ്യൂച്ചർ ഒരു കുഞ്ഞിന് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ പ്രഗ്നൻസിയിലുടനീളം അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൻറ്റിനേറ്റൽ സപ്പോർട്ട് തന്നെ ആവശ്യമാണ്. മെറ്റേണൽ ഹെൽത്ത്, ന്യൂബോൺ കെയർ, പോസ്റ്റ്നേറ്റൽ സപ്പോർട്ട്, ഇവ മൂന്നും കൂടുമ്പോഴാണ് ഒരു ഹെൽത്തി ബിഗിനിങ് ഉണ്ടാവുന്നത്. ഈ വേൾഡ് ഹെൽത്ത് ഡേ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. ഒരു അമ്മയുടെ പ്രഗ്നൻസി ടൈമിൽ അവർക്കൊരു ഹെൽത്തി ബിഗിനിങ് ഉണ്ടായാൽ മാത്രമാണ് ഒരു കുഞ്ഞിന് ഒരു ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ ഉണ്ടാവുകയുള്ളൂ. ഇന്ത്യയിൽ തന്നെ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, അതായത് ഹെൽത്ത് കെയറിൽ എത്രയും അഡ്വാൻസ്ഡ് ആയിക്കൊണ്ട് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഏറ്റവും കുറവുള്ള സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ്. കേരളത്തിൽ 19 in 1 lakhs ആണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആയിട്ട് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മോർ ദാൻ 800 ഡെത്ത്സ് പെർ ഡേയിൽ മോസ്റ്റ് ഓഫ് ദി ഡെത്ത്സും നമുക്ക് പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള, ഒഴിവാക്കാൻ പറ്റാവുന്ന കാരണങ്ങൾ മൂലം സംഭവിക്കുന്നതാണ്. ഞാൻ പേഴ്സണലി തന്നെ ഒരു അനസ്തറ്റിസ്റ്റ് ക്രിട്ടിക്കൽ കെയർ ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽ ICUയിലും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലും ഒബ്സ്റ്ററ്റിക് യൂണിറ്റിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ സെക്കൻഡും ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ലൈഫിൽ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. പലപ്പോഴും ഓരോ ചെറിയ ക്ലിനിക്കൽ ഡിസിഷൻസ് ആയിരിക്കും ഇവരുടെ ഹോസ്പിറ്റലിലെ എല്ലാ കെയറിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പായിട്ട് മാറുക. ഒരു ആൻറ്റിനേറ്റൽ ടൈമിൽ, അതുപോലെ തന്നെ പ്രഗ്നൻസി ടൈമിലുള്ള കൃത്യമായിട്ടുള്ള ഒബ്സ്റ്ററ്റിക് പ്ലാനിങ്, അനാൽജീസിയ പ്ലാനിങ്, ഒരു എമർജൻസി റെസ്പോൺസ് പ്ലാനിങ്, ഇതെല്ലാം ഒരു ഹെൽത്തി ബിഗിനിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. ഒരു സേഫ് ഡെലിവറി പ്രാക്ടീസ് അറ്റ്മോസ്ഫിയർ കിട്ടുക എന്നുള്ളത് ഒരിക്കലും ഒരു അമ്മമാർക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കിട്ടേണ്ട ഒരു ഔദാര്യമല്ല, മറിച്ച് അത് അവരുടെ ഒരു അവകാശം തന്നെയാണ്.